We think we have a mind. We don't have a mind. We have a nervous system. Which came first, the chicken or the egg? ഞാൻ 2 മാസം അങ്ങനെയാണ് ഹിമാലയത്ത് കറങ്ങി നടന്നത്. The internet actually is a manifestation of the mind. And life is a paradox. ജാതകം എന്ന് പറഞ്ഞാൽ വേറെ എന്താ? ജാതകം is your blueprint. ഇപ്പം നിങ്ങൾ എങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സൈക്കിളിൽ കയറുക ചവിട്ടുക അല്ല അതെന്താണ് എങ്ങനെയാണ് ആ ബാലൻസ് അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. See, we are always trying to beat life. We are trying to create artificial intelligence. We are trying to create cloning. You cannot create life. You cannot say what I am, but you can know what I am. That is self-realization. When you are self-realized, you know what it is. അപ്പോൾ ഈ കഴിഞ്ഞ 19 വർഷവും അന്ന് സംഭവിച്ച ഒരു സെൽഫ് റിയലൈസേഷൻ മൊമെൻറ്റിനെ ആക്ച്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നൗ ഫൈനലി ഈ ജൂലൈയിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആ മൈൻഡിൻ്റെ ഒരു തരി ബാക്കിയുണ്ട്. പിന്നെയും ഇല്ല ഇതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, എനിക്കിത് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവില്ല ഇത്. യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ മൈൻഡ്. യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു സ്പിരിച്വാലിറ്റി. എന്നാലും മൈൻഡ് ഒരു തരി ഇങ്ങനെ പിടിച്ചു നിർത്തും. ഇല്ല ഇത് മനസ്സിലാവും. മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഇൻ്റലക്ച്വൽ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ഇൻ്റലക്ച്വലി ഒരു കാര്യം അറിയണമെന്നില്ലല്ലോ. ഇപ്പം നിങ്ങളെങ്ങനെ സൈക്കിൾ ചവിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സൈക്കിളിൽ കയറുക ചവിട്ടുക അല്ല അതെന്താണ് എങ്ങനെയാണ് ആ ബാലൻസ് അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരു കുട്ടിയെ നിങ്ങൾ പറഞ്ഞ് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ച് നോക്കൂ, പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിച്ചു കൊടുക്കാം, എപ്പോഴോ ഒരു മൊമെൻറ്റിൽ ആ ബാലൻസ് കിട്ടും, പോയി ഓക്കെ. അല്ലാതെ സൈക്കിൾ ബാലൻസ് നീന്തൽ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? അപ്പോൾ അതുപോലത്തെ ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ് സ്പിരിച്വാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. ബിക്കോസ് മൈൻഡിനെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത് നിനക്ക് സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല. നീ എന്നും മിണ്ടാതിരിക്കുന്നോ അന്ന് സ്പിരിച്വാലിറ്റി തുടങ്ങും. പക്ഷെ മൈൻഡ് പറയുന്നത് അപ്പോൾ നീ സേഫാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? മൈൻഡ് ബോഡിയുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ആ ലോജിക്കൽ മൈൻഡിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കഴിഞ്ഞ് ഈ വഴിയിലൂടെ ഇങ്ങനെ സ്പിരിച്വാലിറ്റിയുടെ വഴിയിലൂടെ ഇങ്ങനെ വീണ്ടും 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 ഒരേ ഫോക്കസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ മൈൻഡ് കീഴടങ്ങും. ഇറ്റ്സ് കോൾഡ് സറണ്ടർ. ദാറ്റ്സ് വൈ ഫോർ ഓൾ സ്പിരിച്വാലിറ്റി ദർ ഇസ് സറണ്ടർ. സോ ഐദർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ബിഫോർ എസ് ഗുരു ഓർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദ ഇൻ്റലക്ച്വൽ പാത്ത്. ജ്ഞാനമാർഗമാണെങ്കിൽ സറണ്ടർ തന്നെ സംഭവിക്കും. മൈൻഡ് പറയും ശരിയാണ്, ഇത് ബുദ്ധിപൂർവം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രൈ ചെയ്തു, 10-20 കൊല്ലം ട്രൈ ചെയ്തു, ഇപ്പോൾ കീഴടങ്ങി. ആ കീഴടങ്ങൽ തന്നെ സംഭവിക്കണം. ജ്ഞാനമാർഗത്തിലാണെങ്കിൽ. ഭക്തി മാർഗത്തിലാണെങ്കിൽ ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ ഒരു റിലിജിയസ് മേ ബി ഗോഡ് യു ക്യാൻ സറണ്ടർ ടു ബിഫോർ എ ഗോഡ് ഓർ ടു യുവർ വിച്ചെവർ ഇഷ്ടദൈവം. Or you can surrender before a spiritual guru who then becomes your guru. So your ego is surrendered. അല്ലെങ്കിൽ ഈഗോ സറണ്ടർ ആവുന്നത് ഈ പറഞ്ഞ പോലെ സെൻ അല്ലെങ്കിൽ ടാവോ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിരുന്ന പോലെ പാരഡോക്സസ് ഉണ്ട്. ആ പാരഡോക്സ് നമ്മളെപ്പോഴും മൈൻഡ് സോൾവ് ചെയ്യാൻ നോക്കും. വിച്ച് കെയിം ഫസ്റ്റ്, ദ ചിക്കൻ ഓർ ദി എഗ്? ഇതൊരു പാരഡോക്സ് ആണ്. നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമോ? ട്രൈ. വിച്ച് കെയിം ഫസ്റ്റ്, ദ ചിക്കൻ ഓർ ദി എഗ്? അപ്പോൾ കുറേ പേര് അത് പറയും, ദ ചിക്കൻ ഷുഡ് ഹാവ് കം ഫസ്റ്റ്. അല്ലാതെ എങ്ങനെ എഗ്ഗ് ഉണ്ടാവും? അല്ല, ചിക്കൻ ഉണ്ടാവണമെങ്കിൽ എഗ്ഗ് ഉണ്ടാവണ്ടേ? ഇങ്ങനെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതാണ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മൊമെൻറ്റിൽ മൈൻഡ് പറയും അയ്യേ ഇതൊരു പാരഡോക്സ് ആണല്ലോ, ഇത് റിഡിലല്ല. റിഡിലും പാരഡോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? റിഡിൽ സോൾവബിൾ ആണ്, പാരഡോക്സ് ഇസ് അൺസോൾവബിൾ. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ പാരഡോക്സ്. ആൻഡ് ലൈഫ് ഇസ് എ പാരഡോക്സ്. ദ മൈൻഡ് ക്യാൻ നെവർ സോൾവ് ഇറ്റ്. നമുക്ക് ഐ ഈസ് ലൈഫ്, ലൈഫ് ഈസ് ഗോഡ് എന്ന് പറയാം, ബട്ട് യു കനോട്ട് സോൾവ് വാട്ട് ഇസ് ലൈഫ്. I didn't tell you what is life. I can tell you that life is conscious energy. But what is conscious energy? You can be it, you are it, you can know it, but you cannot explain it. And the mind finally gives up, surrenders. അതാണ് എനിക്ക് ജൂലൈ 14 2023 സംഭവിച്ചത്. മൈൻഡിൽ ഒരു ഞാൻ സോൾവബിൾ അല്ലാത്തൊരു സാധനം സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് നിർത്തി. അതോടുകൂടെ ആ പണി തീർന്നു. അതെല്ലാവർക്കും ഏതോ ഒരു മൊമെൻറ്റ് സംഭവിക്കും, മൈൻഡ് കീഴടങ്ങും. പക്ഷെ അത് മാക്സിമം ശ്രമിക്കും കേട്ടോ, പാവത്തിന് സമ്മതിക്കണം നമ്മൾ. മൈൻഡ് അങ്ങനെ എളുപ്പമൊന്നും കീഴടങ്ങില്ല, മാക്സിമം ട്രൈ ചെയ്യും. നമുക്ക് നോക്കാം, ഇല്ല എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അവസാനം ഇല്ല, ആക്ച്വലി ഒരു വഴിയും ഇല്ല, ഞാനങ്ങോട്ട് എന്ന് പറയുന്നൊരവസ്ഥയിൽ മൈൻഡ് എത്തും.
That is the climax of self-actualization. From there onwards എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ ആ തടസ്സം, ആ ഫ്രിക്ഷൻ ഇല്ലാതെ പിന്നെ മൂവ് ചെയ്യാൻ പറ്റും. To be frank, നമ്മൾ ആദ്യത്തെ ഭാഗമൊക്കെ വായിച്ചപ്പോൾ മറ്റേ ഒരു ഹിപ്പി ലൈൻ പിന്നെ പക്ഷേ ഈ ഗോൾസ് സെറ്റ് ചെയ്ത കാര്യം അതൊക്കെ ഇത്തിരി മോട്ടിവേഷണൽ ആയിരുന്നു ഒരു റീഡറിനാണെങ്കിൽ. അപ്പൊ ഈ കരിയറും ബാലൻസ് ചെയ്തത് എപ്പോഴെങ്കിലും ഇതൊക്കെ ഫുള്ളി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഈ ആക്ച്വൽ ലൈക്ക് ദി നാഗാ സാധുസ് അങ്ങനെയൊക്കെയുള്ള അങ്ങനെ പോകണം തോന്നിയിട്ടുണ്ട്. ഞാൻ 2 മാസം അങ്ങനെയാണ് ഹിമാലയത്തിൽ കറങ്ങി നടന്നത്. മുട്ടയടിച്ചു, ഞാൻ ഹിമാലയത്തിൽ പോയി, എല്ലാം വിട്ടു, ഹിമാലയത്തിൽ കറങ്ങി നടക്കുക. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നുമില്ല. ഹിയർ അഗെയിൻ ഐ എം ഗോയിങ് ടു ഹാവ് ടു ഫൈൻഡ് എ വേ ടു ഫീഡ് മൈ ബോഡി. ഐ എം അഗെയിൻ ഗോയിങ് ടു ഹാവ് ടു ഡു ദ സെയിം തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. വൈ ആർ യു ട്രൈങ് ടു റീഇൻവെന്റ് ദ വീൽ ഓൾ ദ ടൈം എന്നുള്ളതാണ്. അതും മൈൻഡിൻ്റെ ആ ഈഗോയിൻ്റെ ഒരു ഇല്ല. നൗ ഐ എം സുപ്പീരിയർ, നൗ ഐ എം എ ഡിറ്റാച്ച്ഡ് പേഴ്സൺ. എന്ത് ഡിറ്റാച്ച്ഡ്? യു സ്റ്റിൽ ഹാവ് ടു ഈറ്റ് ഫുഡ്, യു സ്റ്റിൽ ഹാവ് ടു സ്ലീപ്പ്, യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ പ്രൊട്ടക്ഷൻ. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും ലോകത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഈഗോ ആക്ച്വലി കൂടുക ചെയ്യുക നമ്മൾ ഭയങ്കര സ്പിരിച്വാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ. ഞാനിപ്പോൾ രുദ്രാക്ഷമൊക്കെ ഇട്ട് കാവി ഉടുത്ത ഇന്ന മഠത്തിലെ സന്യാസിയാണ്, വലിയ പദവിയാണ്, ഞാൻ എന്നെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് തൊഴണം. ഈഗോ കൂടുകയാണ് ചെയ്യുന്നത്. യു ഡിസൈഡ് ടു ഡു സംതിങ് സ്പെക്ടാക്കുലർ ബിക്കോസ് ഡോണ്ട് ട്രൈ ടു ബി സ്പെക്ടാക്കുലർ, ട്രൈ ടു ബി മോർ ആൻഡ് മോർ ഓർഡിനറി. ദാറ്റ് ഈസ് വെൻ യു ആർ റിയലി ലൈഫ്. യു ആർ ജസ്റ്റ് ലൈഫ്. എല്ലാവരും ഒരേ ലൈഫാണ്. പിന്നെ എന്താ ഇതിൽ വലിയ ആനക്കാര്യം? ലൈഫിന് രുദ്രാക്ഷ ഇട്ടാലും ലൈഫിന് ബിക്കിനി ഇട്ടാലും ലൈഫ് തന്നെ. ലൈഫിന് സമാധാനം ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. അതിന് ആ മനസ്സിനെ സമാധാനം കിട്ടാൻ പറ്റുള്ളൂ. ലൈഫ് ഇസ് ജസ്റ്റ് കോൺഷ്യസ് എനർജി. ഇറ്റ് ഈസ് എനർജി ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്. ഈ കോൺഷ്യസ് എനർജി എന്ന കോൺസെപ്റ്റ് ഇസ് എ ഹ്യൂജ് കോൺസെപ്റ്റ്. ഈ അങ്ങനെ ഞാനിത് സംസാരിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ ഈ ടോക്ക് അവസാനിക്കില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഐ വിൽ സേ ദ ട്രൂത്ത്, ദ ഹോൾ ട്രൂത്ത് ആൻഡ് നത്തിങ് ബട്ട് ദ ട്രൂത്ത്. ട്രൂത്ത് ഗോസ് ഓൺ ആൻഡ് ഓൺ, ട്രൂത്ത് ഇസ് എൻഡ്ലെസ്. കോൺഷ്യസ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റ്സ് ഓഫ് ശിവ ശക്തി ടു കം ടുഗെദർ ഇസ് കോൺഷ്യസ് എനർജി. ഈ ശക്തി ഇസ് എനർജി. കോൺഷ്യസ്നെസ് ആൻഡ് ശക്തി ഹാവ് ടു കം ടുഗെദർ. ദാറ്റ് ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മുടെ ഒക്കെ ഉള്ളിലൊരു ശക്തിയുണ്ട്, നമുക്ക് എനർജി ഉണ്ട്. എനർജി ഇല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ ബോധം കെട്ട് വീണു എന്ന് പറയും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ കണ്ടോ? കോൺഷ്യസ് എനർജി എന്താണ്? ബോധവും ഊർജവും. ഊർജം ഇല്ലെങ്കിൽ ബോധം പോവും, ബോധം പോയി വീണു എന്ന് പറയും. ബോധമില്ലാത്ത എനർജി ഉണ്ടെങ്കിൽ യു ആർ വെരി ഡേഞ്ചറസ്. യു ആർ ലൈക്ക് എ ലൈറ്റ്നിങ് ബോൾട്ട്. You need a very clear balance of conscious energy. This is the whole process. To unite, to bring consciousness to every moment that energy is being used. This will go on and on because it's a never ending process. Life is never ending, it's limitless, and that is you. This is actually the subject of my next book. It's called You Don't Have a Mind. We think we have a mind. We don't have a mind. We have a nervous system. We have a brain, and we have 3 sets of the brain, which is the cognitive brain, the feeling brain, which exists in the heart. We have neurons in the heart, and we have neurons in the stomach, which is called the orbic plexus. So those neurons are which we say I have a gut feeling. So that is emotional brain. So you have emotional brain, you have a feeling brain, and you have a cognitive brain, thinking brain. ഈ 3 ബ്രെയിൻസും കൂടിയിട്ടാണ് മൈൻഡിലേക്ക് കണക്റ്റ് ആവുന്നത്. മൈൻഡ് ഇൻ്റർനെറ്റ് പോലത്തെ ഒരു സാധനമാണ്. മൈൻഡ് നിങ്ങളുടെ അല്ല. നിങ്ങൾക്ക് അതിലേക്ക് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാം, അതിന്ന് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. എല്ലാവരുടെയും കോമൺ പ്രോപ്പർട്ടിയാണ്, എല്ലാ ബോഡീസിൻ്റെയും. സോ ആനിമൽസ് ആർ ഓൾസോ അപ്ലോഡിങ് തിങ്സ് ഇൻ ടു ദ മൈൻഡ്. എവ്രി വൺ ഇസ് ഡൗൺലോഡിങ് ഫ്രം ദ മൈൻഡ് വേരിയസ് ഐഡിയാസ്. ഐഡിയ വന്നു, എവിടെ നിന്ന് വന്നു? മൈൻഡിൽ നിന്ന് വന്നു. സോ മൈൻഡ് കൺട്രോൾസ് ദ മായ. മൈൻഡ് ഇസ് മായ. And we are all connected to that. So you have to bypass, you have to overcome the mind to reach the spiritual realm. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ there is life beyond the internet, right? That life. So the mind, the internet actually is a manifestation of the mind. Okay. See, it's collective. And it's going to outlast all of us. And we can upload everything into it. So this is actually I'm working on this as the next book. You Don't Have a Mind. So we get this clear, and that mind is what does not allow you to go into spirituality fully. അല്ല, എന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ലൈഫ് എന്താണെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. കോൺഷ്യസ് എനർജിയാണ്. എന്നാലും സി വി ആർ ഓൾവേസ് ട്രൈങ് ടു ബീറ്റ് ലൈഫ്. വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് ക്ലോണിങ്. നമുക്ക് യു കനോട്ട് ക്രിയേറ്റ് ലൈഫ്.
It is conscious energy. It is not created or destroyed. Simple law of thermodynamics and all of that. നമ്മൾ സയൻസിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും കറക്റ്റ് തന്നെ. But we keep trying. The mind keeps trying to, and that is what helps it to grow. That's why we are evolving. But the moment you realize you're fully self-actualized, there is no more evolving. That's why they say you will not be born again. കഴിഞ്ഞു മൈൻഡ് പറഞ്ഞ് നിർത്തി. 100% ഇപ്പോൾ ആ ഒരു പ്രീവിയസ് ലൈഫ് ടൈംസിന്റെ എഫേർട്ട് 100% ആയെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ to spread the message of that is only as long as you are here, because everybody has said the same thing. ഞാൻ ഒരു പുതിയ കാര്യം പറയണില്ല. I am telling it in a new way. Again the next person will tell it in another way. Because there's only one thing and it cannot be explained. It's life and we are all it. I am talking to life forms. I am talking to the same life the same life is talking and listening in another form. Every individual level life is trying to reach back home, getting back home to I am life. Kind of your life, chill, whatever you do is okay, it's already perfect. No, you have to do. No, you have deadlines. I have to be somewhere, I have another thing to do. Yes, but chill, do it in a chill manner. It's okay, your life, and you're going to leave this body one day anyway. At some time or the other you are going to leave this body at one point, and you have already decided that also in the grand script. അതായത് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ കയ്യിൽ, ഇപ്പം ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. എനിക്ക് എക്സാക്ട്ലി അറിയാം ഈ ക്യാരക്ടർ എപ്പോഴാണ് മരിക്കുന്നത് കഥയിൽ. ഇനി എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കും ഡയറക്ടർ. സ്ക്രിപ്റ്റ് തന്നില്ല എനിക്ക്, അപ്പം പറഞ്ഞുതരാം. ഇപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ ഇതാണ്, അതിനുള്ള ഡയലോഗ് തന്നു, ഞാൻ പറഞ്ഞു. പെട്ടെന്നൊരു സീനിൽ ഞാൻ മരിക്കും ഇപ്പോൾ, ഇപ്പം മരിക്കും. എന്താ ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞ പടം എടുത്ത് നോക്കൂ. ഒരു ലിഫ്റ്റ് തുറക്കുന്നു, ടടടെന്ത് വെടിയിട്ട് മരിച്ചു, ഹീറോ മരിച്ചു. ഇത്രേ ഉള്ളൂ. So it is there in the script. Just because you don't know it doesn't mean that it's not going to happen. But that's what helps in spirituality, where you kind of know. You have a very broad picture of the whole script. So then you can look into things like Vedic astrology. Vedic astrology is mathematical calculations of the blueprint. It cannot give you the free will expressions, but it can tell you the blueprint. Jadagam nu parna vera endha? Jadagam is your blueprint. Idana blueprint. So jadagathil undavum you may decide not to have children. Ipo ende jadagathil undadu, and it's true, I decided not to have children. കല്യാണ യോഗമുണ്ട്, സന്യാസ യോഗമുണ്ട്. അതിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളത് നിങ്ങളുടെ ഫ്രീ വില്ല. സോ യോഗംസ് ആർ ദ ബ്ലൂ പ്രിന്റ്.